ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ച് ജ്യൂസാണ്. ഞാനിവിടെ 1.5 കപ്പ് അളവിലാണ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓറഞ്ച് പിഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള ജ്യൂസാണ്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഓറഞ്ച് ജ്യൂസ് മാത്രമായിട്ട് 1.5 കപ്പ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവർ ആണ്. ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഹൽവ സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ട്രേ നമുക്കൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഗീ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഗ്രേറ്റ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇടാൻ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, ഗീ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ആ ഒരു ട്രേ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി തുടങ്ങാം ഹൽവ. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഒന്നും ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല. അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതിൽ കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിച്ച് പോകാനോ കട്ട പിടിച്ച് പോകാനോ ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൈ വിടാതെ ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം. അതുവരെ വേണം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരട്ടെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ടും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 നുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോഴേക്ക് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ഡ്രോപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇങ്ങനെ ചേർത്ത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ സാധാ ഒരു മഞ്ഞ കളർ കാണും കേട്ടോ. നിർബന്ധമില്ല, ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫുഡ് കളറും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്ത് ഏകദേശം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കടായിൽ നിന്ന് വിട്ട് വരണം. ഈ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രേയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സ്പൂണിനകത്ത് കുറച്ച് നെയ്യ് തടവിയിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൂണിലൊന്നും പറ്റി പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് ഈ ഒരു ഹൽവ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.